നീ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കന്നഡയിൽ എങ്ങനെയാണ് നീ എന്നുള്ളതിനെ പറയുക എന്നുള്ളതാണ്. അപ്പോൾ കന്നഡയിൽ നീ എന്നുള്ളതിനെ പറയേണ്ടത് നീവു എന്നാണ്. നീവു. എങ്ങനെയാണ് നീവു എഴുതുക? നാ ഇട്ടിട്ട് വള്ളി, നീ ദീർഘം, നീ വാന്നെഴുതി ഊച്ചിഹ്നം, നീവു. അപ്പോൾ നീവു എന്ന് കന്നഡയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നീ എന്നർത്ഥം. അതായത് ഇംഗ്ലീഷിലുള്ള യു എന്നുള്ളതിനെ കന്നഡയിൽ എങ്ങനെയാണ് പറയാ? നീവു. ഇപ്പൊ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ. ഒന്നുകൂടെ എഴുതി നോക്കാം. നാ എന്നിട്ടു വള്ളി, ദെൻ അതിനെ ദീർഘം, നീ വാ എന്ന് എഴുതി ഊച്ചിഹ്നം, വു, നീവു. അപ്പൊ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീ. മലയാളത്തിലുള്ള നീ എന്നുള്ളതിനെ കന്നഡയിൽ എങ്ങനെയാണ് പറയാ? നീവു. ഇംഗ്ലീഷിലുള്ള യു എന്നുള്ളതിനെ കന്നഡയിൽ എങ്ങനെയാണ് പറയാ? നീവു. കന്നഡയിൽ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മലയാളത്തിൽ നീ, ഇംഗ്ലീഷിൽ യു. അപ്പൊ എങ്ങനെയാണ് ഇത് എഴുതുക? ഒന്നുകൂടെ എഴുതി നോക്കാം. നീ വു, നീവു. നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. ഒന്നുകൂടെ എഴുതി നോക്കാം. നീ വു, നീവു. നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. അപ്പോൾ കന്നഡയിൽ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നീ. കന്നഡയിൽ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്നാണ് അർത്ഥം. കന്നഡയിൽ നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ യു. അപ്പോൾ ഇംഗ്ലീഷിലുള്ള യു എന്നുള്ളതിനെ കന്നഡയിൽ പറയുമ്പോൾ നീവു എന്നാണ് പറയേണ്ടത്. മലയാളത്തിലുള്ള നീ എന്നുള്ളതിനെ കന്നഡയിൽ പറയുമ്പോൾ നീവു എന്നാണ് പറയേണ്ടത്. നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള നീ, ഇംഗ്ലീഷിലുള്ള യു എന്നാണ് അർത്ഥം. അപ്പോൾ അത് എഴുതേണ്ടത് എങ്ങനെയാണ്? നായിട്ടു വള്ളി, അതിന് ദീർഘം, നീ വായ്ക്ക് ഊച്ചിഹ്നം, വായ്ക്ക് ഊച്ചിഹ്നം. അപ്പോൾ അതിന് നമുക്ക് നീവു എന്ന് വായിക്കാം. അപ്പം നീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ, നീവു എന്നുള്ളത് ഇങ്ങനെയാണ് കന്നഡയിൽ എഴുതേണ്ടത്.